ഹലോ, വെൽക്കം ടു ഹുക്സ് ആൻഡ് ഹോബീസ്. ഇന്ന് നമ്മൾക്ക് മനോഹരമായ ഈ ബുക്ക് മാർക്കർ എങ്ങനെ ക്രോഷ്യ ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് സ്ക്രാപ്പ് യാൺസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പ്രോജക്റ്റാണ്. കൂടാതെ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതുമാണ്. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ ബുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ 2 ടൈപ്സ് ഓഫ് യാണും ഹുക്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാർട്ട് ഷേപ്പും കോഡും ബേസ് ഓഫ് ദ ഫ്ലവറും ചെയ്യാനായിട്ട് ഒരു മൾട്ടി കളർ ഗ്രീൻ യാണും 3 mm ക്രോഷ്യ ഹുക്കുമാണ് യൂസ് ചെയ്തത്. ആൻഡ് ദ ഫ്ലവർ പാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് തിക്കർ യാണും 4 mm ക്രോഷ്യ ഹുക്കുമാണ് യൂസ് ചെയ്തത്. ഫസ്റ്റ് ഹാർട്ട് ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യുക. മാജിക് റിങ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ചെയിൻ 3 ചെയ്യുന്നു. 1 2 and 3. then പിന്നീട് ഇതിലേക്ക് 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുന്നു. 1 2 and 3. then 3 half double crochets ചെയ്യുന്നു to this magic ring. 1 2 and 3. അതിനുശേഷം ഒരു ചെയിൻ 1 ചെയ്യുന്നു. പിന്നീട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. then again chain 1. അതിനുശേഷം 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. 1 2 and 3. then 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുന്നു. 1 2 and 3. then chain 3 ചെയ്യുന്നു. okay, then slip stitch to this magic ring. okay, അതിനുശേഷം ഈ ചെയിൻ വലിച്ച് മാജിക് റിങ് ചെറുതാക്കുക. ഓക്കെ, മാജിക് റിങ് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ടെയിൽ എൻഡ് ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് ബാക്ക് സൈഡിലേക്ക് വീവ് ചെയ്ത് ട്രിം ചെയ്യുക. നെക്സ്റ്റ് ഇനി കോഡാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ കോഡ് 50 ആണ് എടുക്കുന്നത്. സോ നിങ്ങൾ ഇനി വലിയ ബുക്കിനാണ് മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ ലെന്തിൽ ഈ കോഡ് എടുക്കാവുന്നതാണ്, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ബുക്ക് സൈസ്. ഓക്കെ, ഞാനിവിടെ കോഡ് ചെയ്തിരിക്കുകയാണ് വിത്ത് 50 ചെയിൻസ്. അതിനുശേഷം ഇനി ബേസ് ഓഫ് ദ ഫ്ലവർ ആണ് ചെയ്യുന്നത്. ബേസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ചെയിനിലേക്കും സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. അതിനുശേഷം ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ദെൻ ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്ക് അഗെയിൻ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. നെക്സ്റ്റ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുന്നു. അത് 2 സിംഗിൾ ക്രോഷ്യസ് ടുഗദർ. 1 then 1 more single crochet into the same stitch.
ഓക്കെ, അതിനുശേഷം ചെയിൻ 2 ചെയ്യുന്നു, വർക്ക് ടേൺ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷയുടെ സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. എല്ലാ സ്റ്റിച്ചസിലേക്കും 2 ഡബിൾ ക്രോഷേ വീതമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. 1 and 2. അടുത്ത സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്ത് ചെയിൻ 2 ചെയ്ത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത ബേസ് ഫിനിഷ് ആവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ, അതിനുശേഷം ചെയിൻ 2 ചെയ്യുന്നു. ചെയിൻ 2 ചെയ്തതിന് ശേഷം സെയിം ഇവിടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഒരു ചെയിൻ 1 കൂടെ ചെയ്തിട്ട് യാൺ കട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ബേസ് ഓഫ് ദ ഫ്ലവർ ഇവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ചെയിൻ 1 ചെയ്തതിന് ശേഷം യാൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ടെയിൽ എൻഡും ബാക്കിലേക്ക് വീവ് ചെയ്ത് ട്രിം ചെയ്യുക. ഇനി ഫ്ലവർ പെറ്റൽസ് ആണ് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഞാൻ കുറച്ച് തിക്കർ യാണും 4 mm ക്രോഷ്യ ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ബേസിൽ നമുക്ക് 6 ഡബിൾ ക്രോഷ്യേസ് ഉണ്ട്. ചെയിൻ 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഈ 6 ഡബിൾ ക്രോഷ്യേസിൻ്റെ മുകളിലാണ് നമ്മൾ പെറ്റൽസ് വർക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിലായിട്ട് യാണ് ആദ്യം പുൾ ത്രൂ ചെയ്തെടുക്കുക. ദെൻ ചെയിൻ 3 ചെയ്യുന്നു. 1 2 and 3. അതിനുശേഷം ട്രിപ്പിൾ ഓർ ട്രിപ്പിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് യാൺ ഓവർ 2 ടൈം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രിപ്പിൾ ഓർ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. യാൺ ഓവർ പുൾ ത്രൂ ഫസ്റ്റ്, യാൺ ഓവർ പുൾ ത്രൂ സെക്കൻഡ് 2 ലൂപ്സ്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൾ ദ 2 ലൂപ്സ്. ഓക്കെ, ഇങ്ങനെ ട്രിപ്പിൾ ക്രോഷ്യേസ് ആണ് ഇവിടെ ചെയ്യുന്നത്. 2 ട്രിപ്പിൾ ക്രോഷ്യേസ് ചെയ്യുക. അതിനുശേഷം എഗെയിൻ ചെയിൻ 3. ചെയിൻ 3 ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ പെറ്റൽ അവിടെ ഫിനിഷ് ചെയ്യുക. ദെൻ ഈ പ്രോസസ്സ് എല്ലാ ഡബിൾ ക്രോഷ്യയിലേക്കും സ്റ്റിച്ചസിലേക്കും കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയിൻ 3 ചെയ്യുന്നു. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയിൻ 3 ചെയ്യുന്നു. 1 2 and 3. ദെൻ അവിടേക്ക് 2 ട്രിപ്പിൾ ക്രോഷ്യേസ് ചെയ്യുന്നു. അതിനുശേഷം ചെയിൻ 3 ചെയ്യുന്നു. ദെൻ ഇവിടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റിച്ചിലും സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ 6 പെറ്റൽസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കും. സോ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യയിലേക്കും ഓക്കെ ചെയിൻ 3 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയിൻ 3 ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. പിന്നീട് ഒരു ചെയിൻ 1 ചെയ്ത് നമ്മൾ ഇവിടെ യാൺ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം ഇത് ബാക്കിലേക്ക് ടെയിൽ എൻഡ് വീവ് ചെയ്യുക. സോ നമ്മുടെ ഫ്ലെയർ ഔട്ട് ചെയ്ത
ഇരിക്കുന്ന ഫ്ലവർ ബഞ്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്.